ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 25-ാമത്തെ സങ്കീർത്തനത്തിലെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ, എന്നെ രക്ഷിക്കണമേ, അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിതനാക്കാൻ ഇടയാക്കരുത്. കർത്താവേ, അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിതനാക്കാൻ ഇടയാക്കരുത്. എനിക്ക് നാണം കെടാൻ ഇടയാവല്ലേ. കാരണം എന്താ? ഞാൻ അങ്ങിൽ ആശ്രയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത് കുറച്ച് വ്യക്തികളെയാണ്. ഒരു സങ്കീർത്തനം വായിക്കാൻ പോവല്ല. ഈ സങ്കീർത്തനം 25-20 ഒരു പ്രാർത്ഥനയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കുറച്ച് വ്യക്തികളെ, ബൈബിളിലെ കുറച്ച് വ്യക്തികളെ പെട്ടെന്ന് കാണാൻ വേണ്ടി പോവാണ്. കുറച്ച് സമയമുള്ളൂ. ബൈബിളിൽ ഒരു സ്പെഷ്യൽ ചാപ്റ്റർ ഉണ്ട് പഴയ നിയമത്തിൽ. പഴയ നിയമത്തിലെ കുറേ മഹാരഥന്മാർ, പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവിനെ മുറുകെ പിടിച്ചെന്ന കുറച്ച് പേരെക്കുറിച്ച് ഒരു പ്രസംഗ രൂപത്തിൽ പറയുന്ന ഒരു പ്രത്യേക ചാപ്റ്റർ ഉണ്ട്, ഒരു പ്രത്യേക പാരഗ്രാഫ് ഉണ്ട്. അത് നമ്മളൊന്ന് സമയത്ത് ധ്യാനിക്കാൻ വേണ്ടി പോവാണ്. അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിതനാക്കാൻ ഇടയാക്കല്ലേ എന്ന് നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ കർത്താവിൽ ആശ്രയിച്ചിട്ട് നാണം കെട്ടില്ല എന്ന് മാത്രമല്ല, കർത്താവ് അവർക്ക് വലിയ അനുഗ്രഹം കൊടുത്തതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നൊരു ഭാഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് നമുക്കൊരു വലിയ പ്രചോദനമായിട്ട് മാറണം എന്ന് വെച്ചാൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈശോയിൽ ആശ്രയിക്കുന്നു അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ വേറെ ആരിലേക്ക് നോക്കുന്നില്ല, ആരെ നോക്കുന്നുള്ളൂ? ഈശോയെ മാത്രമേ നോക്കുന്നുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംശയമൊക്കെ വന്നേക്കാൻ കർത്താവ് സഹായിക്കുമോ? എനിക്ക് നാണം കെടേണ്ടി വരുമോ? ഈ ഒരു ഉറപ്പ് ഉള്ളിലോട്ട് വേണം. ഞാൻ ഒരിക്കലും നാണം കെടില്ല, എൻ്റെ കുടുംബം നാണം കെടില്ല. ഒറ്റ കാരണത്തിൽ, ഞാൻ ആശ്രയിച്ച് എൻ്റെ കർത്താവിലാണ്. കർത്താവിൽ ആശ്രയിച്ച് ഞാൻ നാണം കെടാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല. ഈ ബോധ്യത്തോടെ വേണം നിങ്ങളിത് വായിക്കാൻ. നമ്മൾ എടുക്കുന്ന വചനഭാഗം മക്കബായരുടെ 1-ാമത്തെ പുസ്തകം, ഫസ്റ്റ് മക്കബീസ് ചാപ്റ്റർ 2, 1 മക്കബായർ 2-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 49 മുതൽ 64 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ സമയമെടുത്ത് മുഴുവനായിട്ട് വായിക്കണം. ഇതിനകത്ത് ബേസായ കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു തരികയാണ്. സമയമെടുത്ത് നല്ലപോലെ ഒന്ന് വായിക്കുക. ഓരോരുത്തരെയും പേരൊക്കെ എടുത്ത് എന്ത് പ്രതിസന്ധി അവർക്കുണ്ടായത്, ആ പ്രതിസന്ധിയുടെ സമയത്ത് അവരെന്നാ ചെയ്തേ, ആ പ്രതിസന്ധി അവർ തരണം ചെയ്യാൻ വേണ്ടി കർത്താവിൽ ആശ്രയിച്ചപ്പോൾ കർത്താവ് അവർക്ക് എന്ത് അനുഗ്രഹം കൊടുത്തേ. ഭയങ്കര പവർഫുള്ളായൊരു അധ്യായമാണ്. മത്താത്യാസിൻ്റെ അന്ത്യശാസനം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കിടക്കുന്നത് 2-ാമത്തെ അധ്യായത്തിൽ. നമ്മൾ ഈ യൂദാസ് മക്കബേയൂസിനെ കുറിച്ച്, പിന്നെ മത്താത്യാസിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ, മക്കബായ വിപ്ലവത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം നമ്മൾ ബയോ എപ്പിസോഡ്, ബൈബിൾ ഇൻസൈഡ് ഔട്ട് എപ്പിസോഡുകൾ പഠിപ്പിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും. മക്കബായരുടെ പുസ്തകമൊക്കെ പഠിപ്പിച്ചപ്പോൾ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിനെതിരെ ഒരു കുടുംബം ഇങ്ങനെ പിടിച്ചു നിന്നതിനെക്കുറിച്ച്. അപ്പോൾ അവരുടെ ഒരു ലീഡറാണ് മത്താത്യാസ്. അപ്പോൾ മത്താത്യാസ് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ അടുത്ത തലമുറയോട്, അനുചരന്മാരോട്, മക്കളോടും ഒക്കെ ആയിട്ടൊരു വലിയ ഉപദേശം കൊടുക്കുകയാണ്. മക്കളെ, നമ്മൾ ഈ വലിയ സൈന്യത്തിനെതിരെ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കർത്താവിലാണ്. കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ നാണം കെടാൻ കർത്താവ് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഈ മത്താത്യാസ് ഒരു വലിയ ഉത്ബോധനം കൊടുക്കുന്നൊരു സമയമാണിത്. നിങ്ങൾ സമയമെടുത്ത് വായിക്കണം. 49-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മത്താത്യാസിൻ്റെ മരണം അടുത്തു, അവൻ പുത്രന്മാരെ വിളിച്ച് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയാണ്. 50-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അതിനാൽ എൻ്റെ മക്കളെ നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കും. ഇതാണ് ആദ്യത്തെ ഒരു ഉപദേശം കൊടുക്കുക. നിയമത്തെ പ്രതി തീക്ഷ്ണത. ഏത് നിയമം? ലോകത്തിൻ്റെ നിയമങ്ങളല്ല, രാജ്യത്തിൻ്റെ നിയമങ്ങളല്ല. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമ്മൾ ആശ്രയിച്ച നമ്മുടെ ദൈവത്തിൻ്റെ നിയമമുണ്ട്. വചനത്തെ മുറുകെ പിടിക്കുക. ഈ 3 മക്കളും ഒക്കെ പിന്നീട് കാണുന്നുണ്ട്. അവർ വലിയ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അവർ ഒരുമിച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനം ഞങ്ങൾക്ക് ശക്തി തരികയാണ്. ഈ 12-ാമത്തെ അധ്യായത്തിലൊക്കെ ജോനാഥൻ മക്കബേയൂസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ട്, ആ വിശുദ്ധ ഗ്രന്ഥം ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുന്നു. മത്താത്യാസ് പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ ആദ്യം വചനം മുറുകെ പിടിക്കുക, ദൈവത്തിൻ്റെ നിയമത്തെ മുറുകെ പിടിക്കുക. എന്ത് പ്രതിസന്ധിയിലും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ ആദ്യം മുറുകെ പിടിക്കേണ്ട കർത്താവിൻ്റെ വചനമാണ്. എന്നെ സഹായിക്കും എൻ്റെ കർത്താവ്. നമുക്കറിയാവുന്ന വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. പ്രതിസന്ധി ഘട്ടത്തിൽ കുടുംബം ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ, വചനം പറഞ്ഞ് ആദ്യം പ്രാർത്ഥിച്ചോണം. ആ വചനത്തെ മുറുകെ പിടിക്കണം. വാഗ്ദാനം ചെയ്ത കർത്താവിൻ്റെ വചനത്തെ സംശയിക്കാതെ അതിനെക്കുറിച്ച് തീക്ഷ്ണതയുള്ളവരായിരിക്കണം. എന്നിട്ട് മത്താത്യാസ് ഇങ്ങനെ കുറേ പേരുടെ പേരുകൾ പറഞ്ഞു തരുന്നുണ്ട്. 51-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്: തലമുറയായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ, ഉന്നത മഹത്വം മനസ്വര കീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ, 1-ാമത്തെ വ്യക്തിയെക്കുറിച്ച് പറയാണ്, പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രഹാം, പൂർവ്വപിതാവായ അബ്രഹാത്തെക്കുറിച്ച് പറയാണ്, അബ്രഹാമിന് പരീക്ഷണം ഉണ്ടായപ്പോൾ സമയത്ത് അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസ്തനായി നിന്നു. റിസൾട്ട് നീതിയായിട്ടത് പരിഗണിക്കപ്പെട്ടു. നമുക്കുണ്ടാവുന്ന പരീക്ഷണങ്ങൾ, വേദനകൾ, ആ സമയത്ത് എന്ത് ചെയ്യണം? വിശ്വസ്തരായിട്ട് നിൽക്കണം. കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കണം. ഇത് നിനക്ക്, ഈ പരീക്ഷണം പോലും നിനക്ക് നീതിയായി പരിഗണിക്കപ്പെടും. ഈ വിശ്വാസം നിനക്ക് നീതിയായിട്ട് പരിഗണിക്കപ്പെടും. അടുത്ത ആളെക്കുറിച്ച് പറയണം. 53-ാം വാക്യം: കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായിട്ട് ഉയരുകയും ചെയ്തു. കഷ്ടതകളുണ്ടായി, നമുക്കുണ്ടാവുന്നുണ്ട്. ആ സമയത്ത് ജോസഫ് എന്ത് ചെയ്തു? കഷ്ടതയുടെ കാലത്ത് അവൻ കൽപ്പന പാലിച്ചു, കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. അവൻ എന്നാ സംഭവിച്ചേ? പടുകുഴിയിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന് ഈജിപ്തിൻ്റെ 2-ാം സിംഹാസനത്തിലേക്ക്, അധികാരത്തിലേക്ക് കർത്താവ് അവനെ ഉയർത്തി. ഈ വ്യക്തികളെക്കുറിച്ചൊക്കെ മത്താത്യാസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിത് കേൾക്കുകയാണ്. കർത്താവേ, ഞാൻ ഇവരെ പോലെ അങ്ങിൽ ആശ്രയിക്കുക. എൻ്റെ പ്രതിസന്ധിയിൽ കർത്താവ് ഈ റിസൾട്ടാണ്, ഈ അനുഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുന്ന് ആശ്രയിക്കുന്നവർക്ക് കൊടുക്കുക. 3-ാമത്തെ ഒരു വ്യക്തി ഇങ്ങനെയാണ്. 54-ാമത്തെ വാക്യം: നമ്മുടെ പിതാവായ ഫിനെഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാകിയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിക്ക് അർഹനായി. ഫിനെഹാസ് തീക്ഷ്ണത നിറഞ്ഞ ഒരു വ്യക്തിയായി, പുരോഹിതൻ. നമ്മൾ പിന്നീടൊക്കെ വായിക്കും അതിനെക്കുറിച്ചൊക്കെ.
കർത്താവ് ശാശ്വതമായ ഉടമ്പടിയുടെ ഒരു ഉടമയായിട്ട് അർഹനാക്കി അവനെ മാറ്റി. അടുത്ത വ്യക്തി ആരാ? 55 വാക്യം. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ, ജോഷുവ എന്ത് ചെയ്തു? കർത്താവിൻ്റെ കൽപ്പന പാലിച്ചു. കർത്താവിൻ്റെ കൽപ്പനയോട് തീക്ഷ്ണത കാണിച്ചു. ആ കൽപ്പന നിറവേറ്റി ജോഷുവയെ കർത്താവ് അനുഗ്രഹിച്ചു. 56 വാക്യം. സഭയിൽ സാക്ഷി നൽകിയ കാലേബിന് ദേശത്ത് അവകാശം ലഭിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വിശുദ്ധിയോടെ വിശ്വാസത്തോടെയൊക്കെ സാക്ഷ്യത്തിൻ്റെ പതാക കൈപ്പിടിക്കുന്ന ഒരാൾക്ക് കർത്താവ് കൊടുക്കണം, അവകാശങ്ങൾ കൊടുക്കുകയാണ്. ദേശത്ത് അവകാശം കൊടുക്കുക. എവിടെ പ്രതിസന്ധി ഉണ്ടാവുന്നോ, നിങ്ങളുടെ കോളേജുകൾ, ഹോസ്റ്റലുകൾ, ഓഫീസുകൾ, മിനിസ്ട്രി പ്ലേസുകൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, സാക്ഷ്യം വഹിക്കുന്ന പോലെ ജീവിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക. ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞ് പോവില്ലാന്ന് തീരുമാനിക്കുക. അവിടെ കർത്താവ് അവകാശം തന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്നെ മാനിക്കും. അടുത്ത വചനം ശ്രദ്ധിച്ചേ. അടുത്ത വ്യക്തിയെ നമുക്കറിയാവുന്ന ദാവീദാണ്. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. ദയാലുവായ ദാവീദ് എന്ന് വെച്ചാൽ നമ്മൾ ദാവീദിനെക്കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ദയയുള്ള ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച സാവൂളിനെ കൊല്ലാണ്ട് വിടുന്ന ദാവീദിനെ കാണുന്നുണ്ട്. സ്നേഹമുള്ള ദാവീദിനെ കാണുന്നുണ്ട്. ദാവീദ്, ദയാലുവായ ദാവീദിന് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. നമുക്കെതിരെ വേദനിപ്പിക്കുന്ന ആളുകൾ, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, പക്ഷെ അവിടെയും പിടിച്ചു നിന്നിട്ട് അവരോട് ശത്രുത കാണിക്കല്ല, അവരോട് ദയ കാണിച്ചു, അവരെ സ്നേഹിച്ചു. കർത്താവിന് കൊടുത്ത പ്രതിഫലം എന്താണ്? സിംഹാസനത്തിന് ശാശ്വതമായ അവകാശിയാക്കി കർത്താവിനെ മാറ്റി. 58 വാക്യം. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഏലിയായെക്കുറിച്ചാണ്. 58 വാക്യം. നിയമത്തെക്കുറിച്ച് തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഏലിയയുടെ ജീവിതമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ഒരു രാജാവ് ശത്രുവായിട്ട് നിൽക്കുമ്പോൾ, രാജ്ഞി ശത്രുവായിട്ട് നിൽക്കുമ്പോൾ തീക്ഷ്ണതയോടെ നിൽക്കുകയാണ്. തീക്ഷ്ണതയോടെ വിട്ടുപോകത്തില്ല. കർത്താവിൻ്റെ നിയമത്തെ പ്രതിയുള്ള, കർത്താവിൻ്റെ നാമത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഏലിയായ്ക്ക് കിട്ടിയ അനുഗ്രഹം എന്താണ്? കർത്താവിനോട് വിശ്വസ്തത പാലിച്ച് ആശ്രയിച്ച് നിന്ന ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പിൽ ഇങ്ങനെ പ്രതിസന്ധിയുടെ ഘോഷയാത്ര, വ്യക്തികൾ ഇങ്ങനെ നിൽക്കായിരിക്കും, നമ്മുടെ മുമ്പിൽ തിന്മ ഇങ്ങനെ മുമ്പിൽ നിൽക്കായിരിക്കും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ നിയമം എനിക്ക് ശക്തിയാണ്, വചനം എനിക്ക് ശക്തിയാണ്, അതിനുള്ള തീക്ഷ്ണതയെ ഞാൻ ജ്വലിക്കുക എന്ന് പറഞ്ഞ് ഈ പ്രതിസന്ധിയുടെ പ്രതിസന്ധി നമ്മളെ പൊള്ളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെയും പൊള്ളിക്കുന്ന തീക്ഷ്ണതയാൽ നമ്മൾ ജ്വലിച്ചാൽ സ്വർഗത്തിന് അവകാശികളായിട്ട് മാറുന്നു. ഏലിയായുടെ ജീവിതം നമ്മുടെ മുമ്പിൽ മത്താത്യാസ് അവതരിപ്പിക്കുകയാണ്. അടുത്ത വ്യക്തി 59 വാക്യം. ഹനനിയ, അസറിയ, മിഷയാൽ വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ 3 പേരെ അറിയാലോ അല്ലേ? ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ, അവരുടെ മറ്റു പേരുകളാണ് ഹനനിയ, അസറിയ, മിഷയേൽ. ഇവർ എന്നെ സംഭവിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗം. അത് അഗ്നിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു അവരുടെ തീക്ഷ്ണതയാൽ. ദാനിയേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം സമയം പോലെയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അവർക്കൊരുറപ്പായിരുന്നു, ഈ തീക്കകത്ത് ഞങ്ങൾ പൊള്ളി വീഴത്തില്ല, ഈ പൊള്ളയിൽ നിന്ന് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ പൊന്നുതമ്പുരാൻ കൂടെയുണ്ടെന്ന് അവർ നന്നായിട്ട് വിശ്വസിച്ചു. കർത്താവിൽ ആശ്രയിച്ച് അവർ നാണം കെടാൻ കർത്താവ് അനുവദിച്ചില്ല. അടുത്ത വ്യക്തി അവരുടെ പ്രിയപ്പെട്ട ദാനിയേലാണ്. 60 വാക്യം. ദാനിയേൽ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹവക്ത്രത്തിൽ നിന്ന് രക്ഷ നേടി. സിംഹത്തിൻ്റെ കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് തുറന്ന വായ അടയാതെ, അടഞ്ഞ വാ തുറക്കാതെ ഈ സിംഹത്തെ ഇങ്ങനെ സ്റ്റക്കാക്കി നിർത്തിക്കൊണ്ട് കർത്താവ് ദാനിയേലിനെ രക്ഷിക്കുന്നുണ്ട്. സിംഹത്തിൻ്റെ പല്ലുകൾക്കിടയിൽ നിന്ന്, സിംഹത്തിൻ്റെ ഉരുക്കുമുഷ്ടികൾക്കിടയിൽ നിന്ന് ദാനിയേൽ രക്ഷപ്പെട്ടു അവൻ്റെ നിഷ്കളങ്കതയാൽ. എന്ത് പ്രതിസന്ധി വരുമ്പോഴും, എന്ത് വേദനകൾ വരുമ്പോഴും നിഷ്കളങ്കതയോടെ, മറ്റൊരു വാക്കി പറഞ്ഞാൽ വിശുദ്ധിയിൽ നിൽക്കുക. കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ മുട്ടുകുത്തിയത് എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണെങ്കിൽ ഈ സിംഹം എൻ്റെ മുമ്പിൽ മുട്ടുകുത്തും എന്ന ഉറപ്പിൽ കർത്താവിൽ ആശ്രയിക്കുക. നാണം കെടാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഈ പ്രസംഗം ഇല്ലെങ്കിൽ ഈ ഉപദേശം അവസാനിപ്പിച്ചുകൊണ്ട് മത്താത്യാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 61 വാക്യം. അത് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിട്ടോണം കേട്ടോ. തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുവിൻ. ആരും നാണം കെടേണ്ടി വരില്ല. കർത്താവിൽ ആശ്രയിച്ച ഒരാൾ നാണം കെടേണ്ടി വരില്ല എന്ന് മത്താത്യാസ് തൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 64 വാക്യം കൂടെ ഒന്ന് അടയാളപ്പെടുത്തണേ. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. മുമ്പിൽ വരാനുള്ളത് യുദ്ധങ്ങളായിരിക്കും, മുമ്പിൽ വരാനുള്ള വലിയ പ്രതിസന്ധിയുടെ ഘോഷയാത്രകളായിരിക്കാം. മത്താത്യാസ് പറഞ്ഞതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളിപ്പോൾ ചിലപ്പോൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധികൾക്ക് വേണ്ടി ഈ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ ഈ ഒരു കുഞ്ഞു ടോക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പിടിച്ചു നിൽക്കണം. ആരിൽ? ഈശോയിൽ. ആരെ നോക്കി നിൽക്കണം? കർത്താവിൻ്റെ വചനത്തെ മാത്രം നോക്കി നിൽക്കുക. കർത്താവിൻ്റെ വചനത്തെ ആശ്രയിക്കുക. ബഹുമതി ലഭിക്കുമെന്ന് വെച്ചാൽ ഒത്തിരി അപ്രീസിയേഷൻ കിട്ടുമെന്നല്ല, ഒരു അൾട്ടിമേറ്റ് ബഹുമതിയുണ്ട്. കർത്താവ് തരുന്ന ഒന്ന്, ലോകം തരുന്നതല്ല. ചിലപ്പോൾ നാളെ ആളുകൾ പറയുമായിരിക്കാം, നീ എങ്ങനെ ഇതിനെയൊക്കെ പിടിച്ചു നിന്നു, വെരി ഗുഡ് എന്ന് പറയുമായിരിക്കും. അതിനു വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, കർത്താവ് എന്നെ നാണം കെടാൻ അനുവദിച്ചില്ല എന്ന് നീ പറയുന്ന സമയത്ത് സ്വർഗം നിന്നെ ബഹുമാനിക്കും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന് പറഞ്ഞ ഈശോ മിശിഹ നിനക്കൊരു ബഹുമതി തരും. തലമുറയായി കർത്താവിനെ ആശ്രയിച്ച് ആരും നാണം കെടേണ്ടി വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഒറ്റയ്ക്കായിരിക്കാം, ഇല്ലെങ്കിൽ കുടുംബമായിട്ടായിരിക്കാം. നിങ്ങളൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുകയായിരിക്കും.
നിങ്ങളുടെ വീട്ടിലൊരു വലിയ പ്രശ്നത്തെ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കർത്താവിൻ്റെ മുമ്പിൽ തന്നെ മുട്ടുകുത്തിയിരിക്കും. ആ മുട്ടിൽ നിന്ന് എഴുന്നേക്കരുത്. ഈ വേദനിപ്പിച്ച് ഈ അനുഭവം നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത് വരെ കർത്താവിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുകുത്തി നിൽക്കുക. ഈശോ ഇതിനൊരു ഉത്തരം തന്നിരിക്കും. തലമുറയായി കർത്താവിൽ ആശ്രയിച്ച് ആരും നാണം കെടേണ്ടി വന്നിട്ടില്ല. സങ്കീർത്തനം 25 ആ വചനങ്ങളൊക്കെ മനസ്സിലുണ്ടാകണം. കർത്താവെ, നാണം കെടാൻ എന്നെ അനുവദിക്കരുതേ. കർത്താവ് അനുവദിക്കില്ല. ഈ ഒരു വചനം കേട്ട നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൃപയോടെ നിങ്ങളെ കാണട്ടെ. കർത്താവ് തൻ്റെ സമാധാനവും ശക്തിയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോയുടെ നാമം നമ്മളെ പരസ്പരം ശക്തിപ്പെടുത്തും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.